മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തതിനെതിരായി CPIM വിമർശനത്തെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ. CPIMന് കിട്ടാത്ത മുന്തിരി പുളിക്കും, അതുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. സന്ദീപ് വന്നത് ഒരു ഉപാധിയുടെയും പുറത്തല്ല. സന്ദീപിന്റെ വരവിനെ K. മുരളീധരൻ വിമർശിച്ചിട്ടില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. ഇത്രകാലം BJPക്ക് ഒപ്പം നിന്ന ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ജനങ്ങൾ ചിന്തിക്കും. ആ ചിന്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാകും. ഈ ഉത്തരം സ്വാഭാവികമായും BJPക്ക് എതിരായിരിക്കും. ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്നും K. സുധാകരൻ പറഞ്ഞു. പറഞ്ഞ വിമർശനങ്ങൾ മാറ്റിപ്പറയും. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്. അത് അദ്ദേഹം ചെയ്യും. മുരളീധരൻ അത്ര വലിയ വിമർശനമൊന്നുമല്ല ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു തിരുത്തൽ എന്ന നിലയിലുള്ള സംസാരമാണ്. സന്ദീപ് വാര്യർ തിരിച്ചു വെറുപ്പിന്റെ കടയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് BJPയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് K. സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ദീപാദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കളാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേദിയിൽ അണിനിരുന്നത്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് സ്വാഗതമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് K. സുധാകരൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.